ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കിന്ന് ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ എന്ന് വിചാരിച്ചു. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഡ്രസ്സൊക്കെ ചെയ്ത് എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഒരു കുർത്തിയാണ്, ഒരു ലോങ് കുർത്തി, പിന്നെ ഒരു ബ്ലാക്ക് പാൻറ് വന്ന് ഡ്രസ്സ് വരും. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. സമയം ഒട്ടുമില്ല, അവസാനത്തെ 15 മിനിറ്റിനാണ് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പം സ്പീഡാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫേസ് ഫുള്ള് മസാജ് ചെയ്യാം. പിന്നെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും അത് നെക്കിലും ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്, സെറമൈഡ് ആൻഡ് വിറ്റാമിൻ സി. അപ്പം ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച്, എൻ്റെ ടാനൊക്കെ കുറച്ച്, എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു സൺസ്ക്രീനാണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യാണ്. കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം വേറെ നിവൃത്തിയില്ല, ഞാൻ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഒന്ന് മുഖത്ത് ഫുള്ള് തേക്കാം. ഡോർ അടഞ്ഞതാണ് ഗൈസ്, കാറ്റൊക്കെ അടിച്ചതാണ്. ഇവിടെ നല്ല കാറ്റും മഴയാണ്. പിന്നെ മഴയത്ത് ഈ സൺസ്ക്രീൻ ഇടണോ എന്ന് ഡൗട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഈ സൺസ്ക്രീൻ ഇടുന്നത് അതായത് അറ്റ് എ ടൈമിൽ വെയിൽ കൊണ്ടിട്ട് ടാൻ അടിക്കാതിരിക്കാൻ മാത്രമല്ല, ഓൾറെഡി ടാൻ അടിച്ച് കിടക്കുന്ന നമ്മളുടെ ഫേസിലേക്ക് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ടാൻ ഒന്ന് കുറയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് സൺസ്ക്രീനൊക്കെ റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ നമ്മളുടെ സ്കിൻ കെയർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ആകെ 2 സ്റ്റെപ്പേ ചെയ്യലുള്ളൂ. ആക്ച്വലി സെറം യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ സെറം യൂസ് ചെയ്തിട്ടില്ല, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നു. അപ്പം സൺസ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അത് കുറച്ചായിട്ടുള്ള വാങ്ങിയിട്ട് ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണ് കേട്ടോ. ഇത് വിറ്റാമിൻ സി നയാസിനമായിട്ടുള്ളതാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. ഇതിൽ പറഞ്ഞത് ഇതൊക്കെയാണ്. പറഞ്ഞത് മാത്രമല്ല, ശരിക്കും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ കയ്യിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. കൂടുതലും യൂസ് ചെയ്യൽ എൻ്റെ അണ്ടർ ഐയിലാണ്, കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഐയിലാണ്. പിന്നെ നിങ്ങൾക്കിത് ബ്രഷ് യൂസ് ചെയ്തിട്ടും സ്പോഞ്ച് യൂസ് ചെയ്തിട്ടൊക്കെ ഫേസിൽ ബ്ലെൻഡ് ചെയ്യാം, പക്ഷേ എനിക്ക് എൻ്റെ കൈവിരലുകൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അണ്ടർ ഐ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ പാടുകളും കുത്തുകളൊക്കെ ഉള്ള സ്ഥലത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കഴുത്തിനും യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ 2 ഡ്രോപ്പ് ഫൗണ്ടേഷൻ തന്നെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്, എക്സ്ട്രാ എടുക്കാറില്ല. എനിക്കിങ്ങനെ ഓവർ ആ ഒരു ബ്രൈറ്റ് ലുക്ക് വേണ്ട, ഒരു ലൈറ്റ് ലുക്ക് മതി. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നല്ല ഫൗണ്ടേഷനാണ്, നമുക്ക് അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന, അതായത് ഭയങ്കര ബ്രൈറ്റനായിട്ട് നിൽക്കത്തുമില്ല, എന്നാൽ അതേപോലെ പാടൊക്കെ കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. നമ്മൾ ബ്ലാക്ക് സ്പോട്ട്സിൻ്റെ ഈ സ്പോട്ട്സൊക്കെ കവർ ചെയ്തുകൊണ്ടോ ഒരു ഗ്ലോ എഫക്റ്റ് ഇല്ലേ. ഓക്കെ, അപ്പോൾ ഫേസിൽ ഫൗണ്ടേഷൻ ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഫൗണ്ടേഷൻ ഇളക്കി പോരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ.
ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് SPF 10+ ഓയിൽ കൺട്രോൾ ഫോർമുല ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം കോമ്പാക്ട് പൗഡറും കൂടെ ഇടാം. ഇങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പഞ്ച് ഇത് കിട്ടും. പക്ഷെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കൈ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കൈ വിരലെടുത്തിട്ട് കണ്ണിൻ്റെ താഴെയൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും മേക്കപ്പിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റ് രീതി തിയററ്റിക്കലി ഇങ്ങനെയാണോന്നൊന്നും എനിക്കറിയില്ല. എനിക്കിതിനെക്കുറിച്ച് കുറെ കൂടുതലായിട്ടൊന്നും അറിയില്ല. ഉള്ളതൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയകരമായി ചെയ്തിട്ടുള്ള രീതിയാണ്. അപ്പം ഞാൻ അണ്ടർ ഐയിൽ കറക്റ്റ് പൗഡർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കയ്യിൽ മൊത്തത്തിലാക്കി എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും. ഒരു മെയ്ഡ് ലുക്കിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി എനിക്ക് കുറച്ച് ഗ്ലോയി ലുക്കാണ് ഇഷ്ടം. പക്ഷെ കറക്റ്റായിട്ടൊന്ന് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലുക്ക് ചെയ്യും. നെക്കിലും അതേപോലെ തന്നെ ചെറിയ നെക്കിലാണെങ്കിൽ നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്യാം കേട്ടോ. സ്വാഭാവികം. അപ്പോൾ നെക്കിൽ ഞാൻ ഐസായിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൗഡർ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം എൻ്റെ കവറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഐസാണ് അല്ലേ? ഓക്കെ, ഐസിലേക്ക് കിടക്കും. ഫസ്റ്റ് ഞാൻ ഐലാഷസ് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വട്ടം ത്രെഡ് ചെയ്യാൻ മറന്നതും മാത്രമല്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോയി ത്രെഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവാത്തത് കൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് റേസ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. എക്സ്ട്രാ ഉള്ളതൊക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഐഷാഡോ വേണ്ടവർക്ക് ഐഷാഡോ യൂസ് ചെയ്യാം. എൻ്റെ ഐഷാഡോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് തന്നെ കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിന് ശരിക്കും ഐഷാഡോ ഒക്കെ ഉണ്ട്. പക്ഷെ അവൈലബിലിറ്റീൻ്റെ ഒരു പ്രശ്നം കാരണം ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതാം. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോൺ നോക്കി കണ്ണെഴുതാനുള്ള ആ ഒരു വിദ്യ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ മിറർ നോക്കി കണ്ണെഴുതി തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണെഴുതി വന്നിട്ടുണ്ട്. മുകളിലും താഴെ എഴുതിയിട്ടുണ്ട്. താഴെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇടുകയുള്ളൂ കേട്ടോ. മുകളിൽ കുറച്ചൊന്ന് എങ്ങനെയൊക്കെയോ ഒക്കെ ഒരു കണ്ണിൽ എഴുതിയ പോലെ അടുത്ത കണ്ണിൽ എഴുതി. ശരിക്കും നല്ല ടാസ്ക്കാണ്. എല്ലാ പെൺകുട്ടികൾക്കും അതൊരു ടാസ്ക് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻവൈറ്ററിൻ്റെ ഷൈൻ ആൻഡ് ഷിമ്മർ ഹൈലൈറ്റ് ആണ്. ഇത് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്ലോക്ക് വേണ്ടി കൊടുക്കാം. ആക്ച്വലി ഇതിങ്ങനെ കുറേ തോന്നും. അപ്പോൾ ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. ഞാൻ മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ബ്ലഷ് നമുക്ക് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ചിരിച്ച് കഴിഞ്ഞാലായിരിക്കും കറക്റ്റായിട്ട് ബ്ലഷ് ഇടാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആക്സസറീസൊക്കെ യൂസ് ചെയ്യാം. മാല, കമ്മൽ പരിപാടികൾ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മളെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു ക്ലിപ്പും ഈ ടിക് ക്ലിപ്പുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി മുടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്.
കുടുക്കൊന്നുമില്ലാതെ. സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുടി അപ്പം ഞാൻ മുടി കെട്ടിയിട്ടുണ്ട്. ഈ ക്ലിപ്പ് ഇവിടെ കുത്തിച്ചു. ഓക്കെ, അപ്പം എൻ്റെ ഹെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്കൊരു പൊട്ട് തൊടാം. ഞാനിങ്ങനെ ഈ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു പൊട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാച്ചിടാം. ഒരു കാര്യം എന്തായാലും ഞാൻ വാച്ചിടും. എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് മാത്രമല്ല, വാച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് ആണ്. എന്തോ ആരും ഇല്ലാത്ത പോലത്തെ മിസ്സിങ് ആണ്. അതുകൊണ്ട് വാച്ചിടണം. പിന്നെ ഒരു കയ്യിൽ ഈ ഒരു ബാങ്കിൾ പോലത്തെയാണ് ഇടുന്നത്, ഒരു ഹാഫ് ബാങ്ക് ഒക്കെ പറയാം. പിന്നെ മാല ഞാൻ ഇടുന്നത് ഈ മാല എപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. കണ്ടോ, ഈ 2 മാലയായിട്ട് ഭയങ്കര ബന്ധത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി, ബന്ധത്തിൽ. അപ്പം ഞാൻ ഈ ചെയിനാണ് ഇടുന്നത്. ഓക്കെ, ചെയിനിട്ടു. ഇനി നമുക്ക് കമ്മലിടാം. കമ്മൽ 2-3 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റിങ്ങാണ്. കാണുന്നുണ്ടാവും. ഈ റിങ് എനിക്കിഷ്ടമാണ്. ഈ റിങ് മതി അല്ലേ? രസമല്ലേ? അപ്പം ഈ റിങ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഞാൻ ഹെയർ സെറ്റ് ചെയ്തു. ഹെയർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് മേക്കപ്പ് ലുക്ക്. എൻ്റെ ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഏതെങ്കിലും പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഫംഗ്ഷനൊക്കെ പോയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.